VM വിനുവിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റതിനെ തുടർന്ന് കല്ലായി ഡിവിഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. വിനുവിന് വോട്ടില്ല എന്നത് സത്യമാണ്. വിനു സമർപ്പിച്ച ഹർജി ഹൈക്കോടതി രൂക്ഷ വിമർശനത്തോടെയാണ് തള്ളിയതെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. VM വിനു എന്നൊരു പോലത്തെ ഒരാളുടെ വോട്ട് ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ഇല്ല എന്നൊരു സത്യമാണ്. VM വിനുവിൻ്റെ പേർ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ സംബന്ധിച്ച് ഞങ്ങൾ VM വിനു ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. രൂക്ഷമായ വിമർശനത്തോടുകൂടി ആ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കല്ലായി ഡിവിഷനിൽ പുതിയ സ്ഥാനാർത്ഥി നാളെ പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ചേതൻ സാജൻ കൂടി ചേരുന്നുണ്ട്. ചേതൻ, നമുക്കറിയാം VM വിനുവിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചത്. കാരണം ഹൈക്കോടതി തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എല്ലാവരും ഒരുപോലെയാണ്, സ്ഥാനാർത്ഥി ഏതൊരു സാധാരണക്കാരനും സെലിബ്രിറ്റിയും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നാളെ വീണ്ടും ഇത്തരത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ DCC പറയുന്നത്. എന്തൊക്കെയാണ് വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, ഈ VM വിനു വിഷയത്തിൽ പൂർണ്ണമായും കോഴിക്കോട്ടെ DCC നേതൃത്വം പ്രതിരോധത്തിലായി മാറിയിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഇതിൽ അദ്ദേഹം എല്ലാം തുറന്ന് സമ്മതിക്കുകയാണ്. അതായത് VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന കാര്യം സമ്മതിക്കുകയാണ്. ഒപ്പം തന്നെ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന കാര്യം കൂടി പ്രവീൺ കുമാർ സമ്മതിക്കുന്നുണ്ട്. വിഷയത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ട സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ തങ്ങൾക്ക് ക്ഷീണമോ തളർച്ചയോ ഇല്ലെന്നും ഉദ്യോഗസ്ഥരെയാണ് ഈ വിഷയത്തിൽ പ്രധാനമായും പ്രവീൺ കുമാർ പഴിക്കുന്നത്. BLOമാർ ഈ വിഷയത്തിൽ VM വിനുവിന്റെ വോട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിക്കണമായിരുന്നു എന്നുള്ള കാര്യം ഒക്കെ പറഞ്ഞെങ്കിലും ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ടത് ഈ VM വിനു എന്ന മനുഷ്യൻ സംവിധായകനാണ്. അദ്ദേഹത്തിന് പൊളിറ്റിക്സുമായി നേരിട്ട് ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലാ സ്ഥാനാർത്ഥികളുടെ കൂടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ എക്സ്പീരിയൻസ് ആയ പരിചയസമ്പന്നരായ പ്രവർത്തകരെ നിയോഗിക്കാറുണ്ട്. ഈ വിഷയത്തിലും കല്ലായി ഡിവിഷനിലാണ് VM വിനു മത്സരിക്കാൻ തയ്യാറെടുത്തിരുന്നത്. ഈ VM വിനുവിന്റെ കൂടെ കോൺഗ്രസ് പ്രവർത്തകരും ചുമതലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരൊന്നും ഉണ്ടായിരുന്നു. എങ്കിൽ ഈ പ്രവർത്തകർ എന്തുകൊണ്ട് VM വിനുവിന്റെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന കാര്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ VM വിനുവിന്റെ പേര് ഈ പട്ടികയിൽ ഇല്ല എന്നുള്ള കാര്യം ഇത്രയും ദിവസമായി കണ്ടില്ലേ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ കോഴിക്കോട് DCC നേതൃത്വം പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ്. മറ്റ് സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നാളെ കല്ലായി ഡിവിഷനിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇന്ന് കോർ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നാളെ കല്ലായി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇതുപോലെ സമാനമായി VM വിനുവിനെ പോലെ സമാനമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലും UDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല. UDF സ്ഥാനാർത്ഥിയായ ബിന്ദുവിന് വോട്ടില്ലായിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ട് അവിടെ പുതിയ സ്ഥാനാർത്ഥിയായ രമ്യയെ കൂടി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ശ്രീനിധി.